പത്തനംതിട്ട റാന്നി അത്തിക്കയത്ത് ഉദ്ഘാടനത്തിന്റെ പിറ്റേന്ന് തകർന്ന പാലത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങി. നാട്ടുകാർ പിരിവെടുത്ത് നിർമ്മിച്ച പാലമാണ് കഴിഞ്ഞ ദിവസം തകർന്നത്. ഉപയോഗിക്കാത്ത പൈപ്പിലൂടെ ജല അതോറിറ്റി വെള്ളം തുറന്നുവിട്ടതാണ് പാലം തകരാൻ കാരണമായത്. കഴിഞ്ഞ 17 വർഷമായി ഉപയോഗിക്കാതെ മണ്ണിനടിയിൽ കിടന്ന പൈപ്പ് ലൈനിലൂടെയാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ഉടനെ വാട്ടർ അതോറിറ്റി വെള്ളം തുറന്നുവിട്ടത്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി. 8 ഇഞ്ച് പൈപ്പിലൂടെ ഉണ്ടായ ശക്തമായ ജലപ്രവാഹത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ പാലത്തിന്റെ അപ്രോച്ച് റോഡും സംരക്ഷണ ഭിത്തിയും തകർന്നത് വലിയ ജനരോക്ഷത്തിന് കാരണമായി. ഇതോടെ പാലത്തിന്റെ തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറായി. തലേ ദിവസം റോഡ് ഓപ്പൺ ചെയ്ത് നാട്ടുകാർ കൊടുക്കുന്നു. അതിന് പിറ്റേ ദിവസം വാട്ടർ അതോറിറ്റിക്കാർ പണ്ടങ്ങ കുഴിച്ചിട്ട് പൈപ്പിലൂടെ വെള്ളം കടത്തി വിട്ടുകൊണ്ട് ഈ റോഡ്, ഈ അപ്രോച്ച് റോഡ് തകർന്നത് ഈ നാട്ടുകാർക്കും ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം സുമനസ്സുകളുണ്ട്, അവർക്കൊക്കെയും വളരെ വേദനാജനകമായ ഒരു സംഭവമായി പോയി. വാട്ടർ അതോറിറ്റിക്കാർ ഇന്നലെ ഇവിടെ എത്തിച്ചേരുകയും റാന്നിയുടെ MLA നമ്മുടെ പ്രമോദാരായണൻ MLA ഇവിടെ എത്തിയിരുന്നു. വാട്ടർ അതോറിറ്റിക്കാരുടെ ജീവനക്കാരെത്തി. എന്തായാലും ഇന്ന് തന്നെ അവർ പണി തരുമെന്ന് പറഞ്ഞു. രാവിലെ പണി ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ദ്രുതഗതിയിൽ വെള്ളപ്പൊക്കം, ഈ മഴയും ഈ നാട്ടുകാർക്ക് ഈ പാലത്തിന്റെ പണിക്ക് ഇനിയൊരു തടസ്സമാകുന്നതിന് മുമ്പേ പണി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അത്തിക്കയത്തെ പൊതുജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു ഈ പാലം. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന പഴയ പാലം നശിച്ചപ്പോൾ പുതിയ പാലം നാട്ടുകാർ തന്നെ പിരിവിട്ടാണ് നിർമ്മിച്ചത്. മണ്ണിനടിയിൽ പൈപ്പുണ്ടായിരുന്ന വിവരം നാട്ടുകാർക്കും അറിവില്ലായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ പാലം ഗതാഗത യോഗ്യമാക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ നാട്ടുകാർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. അമൃത ന്യൂസ്, പത്തനംതിട്ട.